തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്ത യൂത്തന്മാർ മലബാറിൽ മാത്രമല്ല മധ്യ കേരളത്തിലുമുണ്ട്. തൃശൂരിൽ സീറ്റ് കിട്ടാതെ വിശന്നു വലഞ്ഞ യൂത്ത് കോൺഗ്രസുകാർ ഖദർ കുപ്പായം ഊരിയെറിഞ്ഞാണ് പ്രതിഷേധിച്ചത്. സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെന്തിന് വസ്ത്രം? യൂത്തന്മാരുടെ ചിന്ത പ്രസക്തമാണ്. അങ്ങനെയാണ് വസ്ത്രം ബഹിഷ്കരിച്ചുള്ള പോരാട്ടത്തിന് രൂപം കൊടുത്തത്. യൂത്ത് കോൺഗ്രസ് തൃശൂർ പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് ഷിജു വെളിയത്തിന്റെ നേതൃത്വത്തിൽ യൂത്തന്മാർ സീറ്റിനായി ഒരു വെളിവുമില്ലാതെ റോഡിലിറങ്ങി. കുറച്ചു കാലമായി നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട് അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. എനിക്കിതേവരെ വിദേശ വസ്ത്രങ്ങളോട് കമ്പം തോന്നിയിട്ടില്ല. എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ബിസിനസ് സംബന്ധമായ യോഗങ്ങൾക്ക് പോകുമ്പോൾ സഫാരി സൂട്ട് അണിഞ്ഞ് ഞാൻ പോകാറില്ല. എന്റെ കൈ കൊണ്ട് എന്റെ വീട്ടിലിരുന്ന് എന്റെ ചർക്കയിൽ നൂല് നൂത്ത് അതുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഷർട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണോ? അല്ല, ഇത് വിദേശീയനാണ്. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കുകയാണ്. ഈ വിദേശ വസ്ത്രം എനിക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിഷേധം പ്രബുദ്ധരായ ജനങ്ങളെ കാണിക്കണം. അതായത് ഞങ്ങളെ ചെറുപ്പക്കാരോട് കാണിക്കുന്ന അവഗണനയായിരിക്കും പ്രബുദ്ധരായ ജനങ്ങൾ വോട്ടിന്റെ രൂപത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. ഞങ്ങളുടെ വെള്ള എന്ന് പറയുന്ന കോൺഗ്രസ് കുപ്പായം പലരും അഴിച്ചു വയ്ക്കാൻ തീരുമാനിക്കുകയാണ്. നിങ്ങൾ പലർക്കും എന്നെ പരിചയം ഉണ്ടാവില്ല, എന്റെ പശ്ചാത്തലവും അറിയാൻ വഴിയില്ല. ഞാൻ ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അവസാന നിമിഷം ജനങ്ങളുടെ ആശയും ആവേശവുമായ വി എം സുധീരൻ KPC പ്രസിഡന്റ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഞങ്ങളിത് നടത്തിയതിന്റെ പേരിൽ ഞങ്ങളുടെ പാർലമെന്റ് കമ്മിറ്റി 9 ആളിൽ 7 പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. തൃശ്ശൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട്. ഒക്കെ ഞങ്ങൾ ഭാരവാഹികളാണ്. അപ്പം ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇത് അവസാനത്തെ പോസ്റ്റായിരിക്കാം. എന്നാലും ജനങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പ്രതിഷേധത്തിന്റെ രൂപത്തിൽ ഞങ്ങൾ ഖദർ ഊരി വെച്ച് പറയുന്നു. മഹാന്മാരുടെ ആദർശങ്ങൾ പറഞ്ഞിടക്കുന്നവനല്ല, സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി കാണിക്കുന്നവനാണ് മഹാൻ. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്ന ആളുകളാണ്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് വയലാർജിയുടെ കാലഘട്ടം തൊട്ട് ഒന്നും ഞങ്ങൾ ചോദിക്കല്ല, പിടിച്ചെടുക്കുകയാണ്. അതിന്റെ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിൽക്കണേ. ഞങ്ങൾ ബീരുക്കളല്ല ഒളിച്ചോടാനായിട്ട്. ഞങ്ങൾ പോരാട്ടം തുടരും. ഞങ്ങൾ ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്നു, പാർട്ടിയിൽ നിന്ന് പോരാടാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ സേവനം ഇനി പാർട്ടിക്ക് വേണ്ടെങ്കിൽ നിവൃത്തിയില്ല. തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്തും മത്സരിക്കും. ഞങ്ങൾ ഇനി ഇതിനെ ആരെയും പിടിക്കണേ? കാരണം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ തുറന്നു പറയുന്നു. അയ്യോ, അയാൾക്ക് ഭ്രാന്താണ്. നിങ്ങൾ അണികളോടൊന്ന് ആത്മസംയമനം പാലിക്കാൻ പറയണം. എന്നാ പിന്നെ അന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഇങ്ങോട്ട് മാറിക്ക്. അന്നെ മാത്രം എനിക്കൊരു പേടിയുള്ളൂ. പറഞ്ഞു നിൽക്കാൻ സമയമില്ല. നിങ്ങൾ ഒന്ന് മാറി നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക. അവര് വരട്ടെ. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. അന്ത്യം ജയിച്ചാലും തോറ്റല്ലോ ഞാൻ, അമ്മയ്ക്ക് വാക്ക് കൊടുത്തല്ലോ ഞാൻ. ഇനിയും ജനിക്കുമീ മണ്ണിൽ നാളെ ഇതുവിധം വീരന്മാർ പോരാളിമാർ. ഇനിയും ജനിക്കുമീ മണ്ണിൽ നാളെ ഇതുവിധം വീരന്മാർ പോരാളിമാർ. ഇത്രയൊക്കെ നിലവിളിച്ചിട്ടും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പോട്ടെ, ആ സുധീരനെങ്കിലും കേൾക്കേണ്ടതല്ലേ? ഇവരൊക്കെ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചും വിറക് വെട്ടിയും വെള്ളം കോരിയും കഴിയും. എന്നാൽ മന്ത്രിമക്കളൊക്കെ സീറ്റുകൾ തന്ത്രത്തിൽ തരപ്പെടുത്തും. അതൊരിടവേള കഴിഞ്ഞ്. മകളെ പാതിമലരേ നീ